നമ്മൾ യഹോവയോട് എങ്ങനെയുള്ളവർ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇത് പ്രധാനമായും 3 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 1. പൂർണ്ണമായ സ്നേഹവും ആരാധനയും. നമ്മുടെ പ്രധാന കർത്തവ്യം യഹോവയെ സ്നേഹിക്കുക എന്നതാണ്. മുഴുവനായുള്ള സ്നേഹം. നമ്മുടെ മുഴുഹൃദയത്തോടും മുഴുദേഹിയോടും മുഴുമനസ്സോടും കൂടെ യഹോവയെ സ്നേഹിക്കണം. മത്തായി 22:37. അനുസരണയുള്ള സ്നേഹം. യഹോവയോടുള്ള സ്നേഹം എന്നാൽ അവന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. 1 യോഹന്നാൻ 5:3. ആത്മാർത്ഥമായ അനുസരണം നാം പ്രകടിപ്പിക്കണം. ഏകനായ ദൈവത്തെ ആരാധിക്കൽ. നാം യഹോവയെ മാത്രമേ ആരാധിക്കാവൂ. അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഞാനല്ലാതെ നിനക്കു മറ്റു ദൈവങ്ങൾ ഉണ്ടാകരുത്. പുറപ്പാട് 20:3. 2. വിശ്വാസവും ആശ്രയവും കൂട്ടുകൽ. നാം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണം. വിശ്വാസം, ഫെയ്ത്ത്. ദൈവത്തിൽ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് ബൈബിൾ പറയുന്നു. എബ്രായർ 11:6. ആശ്രയം. നമ്മുടെ സ്വന്തം ബുദ്ധിയിന്മേൽ ഊന്നാതെ മുഴുവൻ ഹൃദയത്തോടും കൂടെ യഹോവയിൽ ആശ്രയിക്കുക. സദൃശവാക്യങ്ങൾ 3:5. പ്രാർത്ഥന. സകല കാര്യങ്ങളിലും നന്ദിയോടുകൂടിയ പ്രാർത്ഥനയും അപേക്ഷയും വഴി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കണം. ഫിലിപ്പിയർ 4:6. 3. നീതിയും താഴ്മയും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രിയമുള്ള ഗുണങ്ങൾ പ്രകടമാക്കണം. നീതി ചെയ്യുക. നാം നീതിയും സത്യസന്ധയും പുലർത്തണം. നീതി പ്രവർത്തിക്കുക എന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. മീക 6:8. ദയ കാണിക്കുക. മറ്റുള്ളവരോട് കരുണയോട്ടും ദയയോട്ടും സ്നേഹത്തോട്ടും പെരുമാറണം. താഴ്മയോടെ നടക്കുക. ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും താഴ്മയോടെ നടക്കുക. മീക 6:8. 1 പത്രോസ് 5:6. ചുരുക്കത്തിൽ, നമ്മുടെ സ്നേഹം അനുസരണത്തിലൂടെ പ്രകടിപ്പിക്കുകയും നമ്മുടെ വിശ്വാസം ആശ്രയത്തിലൂടെ തെളിയിക്കുകയും നമ്മുടെ സ്വഭാവം നീതിയിലും താഴ്മയിലും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ബൈബിൾ നൽകുന്ന പഠിപ്പിക്കൽ.